ടീന, ഈ തുടക്കത്തിൽ തന്നെ ഈ എം.എൽ.എയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ടായിരുന്നു അവിടെ ആരോപണങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ആ തരത്തിൽ അത് തന്നെയാണോ നാട്ടുകാരും പറയുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലാണോ പ്രശ്നം? തീർച്ചയായും അഖില, ഉദ്യോഗസ്ഥരുടെ പ്രശ്നം മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആദ്യം മുതൽക്കേ നമ്മൾ ഇങ്ങോട്ട് എത്തിയ മുതൽക്കേ ഇവർ പറയുന്ന ഒരേ ഒരു കാര്യം, ഈ മണ്ണിടിച്ച് ഈ റോഡിലേക്ക് അല്ലെങ്കിൽ ഈ കിണറിൻ്റെ മണ്ണ് ഇടിച്ച് ആനയെ തുരുത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉദ്യോഗസ്ഥരൊന്നും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല. നമ്മൾ ഈ കണ്ട കിണർ ഏകദേശം ഈ പ്രദേശത്തെ പ്രധാനമായും കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു കിണറായിരുന്നു. ഈ കിണറാണിപ്പോൾ ഈ ഇത്തരം ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഇനി ഇത് ശരിയാക്കി എടുത്താലാണ് ഇവിടെയുള്ള ഈ പ്രദേശവാസികൾക്ക് കുടിവെള്ളത്തിന് പോലും സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടക്കണമെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിലൊരു തീരുമാനമുണ്ടാവണം. അതിനുശേഷം മാത്രം ഈ ആനയെ കയറ്റിവിടാൻ പാടുകയുള്ളൂ എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഇവരുടെ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ആ സ്ഥലം എം.എൽ.എ എത്തുന്നു, പിന്നീട് ഡി എഫ് ഒ എത്തുന്നു. ജില്ലാ കളക്ടറും DFOയും സ്ഥലം MLAയും തമ്മിൽ ചർച്ച നടക്കുന്നു. DFOയുടെ വാക്കിൽ വിശ്വാസമില്ലെന്ന് MLA ആവർത്തിച്ചു പറയുന്നു. അതായത് പലതവണ DFO ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇതിനു മുൻപ് സമാനമായ രീതിയിൽ 3 സംഭവങ്ങൾ നടന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. സ്ഥിരമായി അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജീവിക്കുന്ന സ്ഥലത്ത് അവർക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, രാത്രിയിലും പേടിച്ച് ഉറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്നുള്ളതായിരുന്നു ഈ ആന കിണറ്റിൽ വീണപ്പോൾ ഇവർ ഉന്നയിച്ചത്. അതൊരു തീർച്ചയായും ഇവരുടെ ഭാഗത്തുനിന്ന് ന്യായമായ ഒരു ആവശ്യം അത് തന്നെയാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം MLA നിൽക്കുകയായിരുന്നു. DFOയുടെ നേതൃത്വത്തിൽ വീട്ടുടമസ്ഥരും അതേപോലെ തന്നെ മെമ്പറുടെയും നേതൃത്വത്തിലാണ് DFO ആദ്യം ഇത് ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് ആദ്യം മുതൽക്കേ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റാൻ തുടങ്ങിയത്. അത് പിന്നീട് സ്ഥലം MLA തടയുകയായിരുന്നു. സ്ഥലം MLA തടയാൻ എത്തിയപ്പോൾ ഈ ജനങ്ങളെല്ലാം MLAയുടെ ഒപ്പം തന്നെ, ആ നിലപാടിനൊപ്പം തന്നെ നിന്നു. ഇത് തടയണമെന്നുള്ള ഒരു നിലപാടിനോടൊപ്പം തന്നെ നിന്നു. അതായത് ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ആനയെ കയറ്റി വിടുന്നതിനല്ല, അല്ലെങ്കിൽ ആനയെ ഇവിടെ നിന്നും കയറ്റുന്നതിനോ അല്ല, വനം വകുപ്പിന് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയാണ്. ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്നത്, അതിനെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറയുന്നു. ഇതിനടുത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ഗർത്തങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ആ ഭാഗങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ട സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് അത് തരുമ്പോൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഇത്തരം ഗർത്തങ്ങൾ ഒരുക്കുന്നതിന് തടസ്സമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണമല്ല. പിന്നെ ആ വീട്ടുടമസ്ഥ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഈ ആനയെ തുരത്തിയത് കൊണ്ട് മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല, താത്കാലികമായൊരു പരിഹാരം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഈ വനം വകുപ്പ് എന്തൊക്കെ ഉറപ്പുകളാണ് ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊടുത്തിട്ടുള്ളത് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ? DFOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വീട്ടുടമസ്ഥയ്ക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, ഇപ്പോൾ ഇടിഞ്ഞു പോയ ഈ കിണർ ഇത് ശരിയാക്കി വൃത്തിയുള്ള കിണറായി ഉപയോഗിക്കുന്നതിന് വേണ്ട ചെലവായി വനംവകുപ്പ് കണക്കാക്കിയിട്ടുള്ളത് 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപയുടെ ചെക്ക് നാളെ കൈമാറും എന്ന് തന്നെയാണ് DFO ആദ്യമായി വീട്ടുകാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. രണ്ടാമതായി പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, സോളാർ ഫെൻസിങ് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് രണ്ടാമതായി DFO ഈ പ്രദേശക്കാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. പക്ഷേ ഈ 2 ഉറപ്പിലും, അതായത് കഴിഞ്ഞ ഒരു അപകടത്തിൽ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള ധനസഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അതായത് 1 ലക്ഷം രൂപ കൊണ്ട് ഇവർക്ക് ഈ കിണർ നന്നാക്കാമെങ്കിലും ഇവരുടെ ഒരു കൃഷിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ നഷ്ടപ്പെട്ടത്. ഒരു ഭാഗം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു കൃഷി, വാഴ, അതേപോലെ തന്നെ തെങ്ങുകൾ, അതേപോലെ പനകൾ, അങ്ങനെ അത്തരത്തിൽ ഇവർ ഈ 2
വയോധികരുടെ കൃഷിയാണ് ഇതിലൂടെ നശിപ്പിച്ചിട്ടുള്ളത്. വനം വകുപ്പ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു ഭാഗം, കിണറിൻ്റെ ഒരു ഭാഗം മാത്രം മണ്ണ് നീക്കി ആനയെ കയറ്റുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളാണ് ചെയ്തത്. പക്ഷേ ആനയ്ക്ക് കയറാൻ പറ്റാത്തതിനാൽ തന്നെയും നമുക്കിവിടെ കാണാം ഈ എതിർവശവും ഇത്തരത്തിൽ തന്നെ നീക്കേണ്ടി വന്നിട്ടുണ്ട്. എതിർവശത്തെ മണ്ണും ഇത്തരത്തിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും ഇത്തരത്തിലൊരു ഈ കാര്യത്തിലൊരു ചർച്ചയുണ്ടാകുമോ എന്ന് അറിയണം. അതിലെന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഈ ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ടെങ്കില. എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ഷീന മാർട്ടിനാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.